എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ സെറ്റ് മാത്സിനുള്ള പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. HSSTക്കും ഇതേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം നന്നായി ആലോചിച്ച് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. There are 10 eggs in a refrigerator, of which 2 are rotten. If 3 eggs are taken for cooking, what is the probability that at least one of the eggs are rotten? എങ്ങനെയാണ് എഴുതുക? അതായത് ആദ്യം നമ്മൾ 3 എഗ്ഗാണ് എടുക്കണത് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർമുല കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് വേസ് 3 എഗ്ഗ് എടുക്കണത് ഔട്ട് ഓഫ് 10 എഗ്സ് എന്ന്. അപ്പൊ നമുക്ക് എത്ര തരത്തിൽ എടുക്കാം? NCR, അതായത് കോമ്പിനേഷൻ ആണ് എടുക്കുക. NCR അല്ലെ? N എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? 10 ആണ്. എടുക്കണത് എത്ര എണ്ണാണ്? 3 എഗ്സ് ആണ്. അപ്പൊ 10C3 ആണ് ആകെയുള്ള കോമ്പിനേഷൻ അല്ലെ? എടുക്കാൻ പറ്റണ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 10C3 ആണ്. അതെങ്ങനെ കാണുക? NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 3 7 ഫാക്ടോറിയൽ അല്ലെ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ്? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ. ഈ 7 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോവില്ലേ? 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു 2 ആണ് അല്ലെ? 3 ഇൻറ്റു 2 ആണ്. അപ്പൊ ഇവിടെ 4 പ്രാവശ്യം, ഇതെന്താണ്? 3 പ്രാവശ്യം. അപ്പൊ നമുക്ക് എന്ത് വരും? 3 4 12 120 120 എന്ന് വരും അല്ലെ? അപ്പൊ 120 ആണ് ആകെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഗുഡ് എഗ്സ് മാത്രം, അതായത് നല്ല എഗ്സ് മാത്രം എടുക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് നല്ലത് മാത്രം എടുക്കാന്ന് പറഞ്ഞാൽ 0 റോട്ടൺ അല്ലെ? റോട്ടൺ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കണില്ല. അങ്ങനെയുള്ള പോസിബിലിറ്റി എന്താണ്? അതായത് 2 എണ്ണം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെന്ന് എടുത്തുണ്ടെച്ചെങ്കിൽ അതെല്ലാം നല്ലതായിരിക്കും അല്ലെ? അപ്പൊ 8C3 അല്ലെ അതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നല്ലതായിട്ടുള്ളത് മാത്രം എടുക്കണ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു റോട്ടണും ഇല്ലാത്തത് എടുക്കുക. അതായത് 8 എണ്ണത്തിന്ന് 3 എണ്ണം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് എത്ര വേസ് വരും? 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ അല്ലെ? അപ്പൊ ഇതെന്ത് വരും? 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ 56 എന്ന് വന്നു അല്ലെ? അപ്പൊ നമുക്ക് ആകെ പോസിബിലിറ്റിയും കിട്ടി. നമ്മള് നല്ലത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള പോസിബിലിറ്റിയും കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് പ്രോബബിലിറ്റി എന്താ ചോദിച്ചിരിക്കണേ? അറ്റ്ലീസ്റ്റ് 1 റോട്ടൺ എഗ്. അറ്റ്ലീസ്റ്റ് 1 റോട്ടൺ എഗ് വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുക്കാം? 1 മൈനസ് P ഓഫ് നോ റോട്ടൺ. റോട്ടൺ അല്ലാത്തത് എടുത്തുണ്ടെച്ചെങ്കിൽ 1 പ്രോബബിലിറ്റി ഓഫ് നോട്ട് റോട്ടൺ എന്നുള്ളത് എടുത്തുണ്ടെച്ചെങ്കിൽ നമുക്ക് എന്ത് വരും? അറ്റ്ലീസ്റ്റ് 1 റോട്ടൺ എന്നുള്ളത് വരില്ലേ? അപ്പൊ നമുക്ക് ഇതെന്താണ്? 1 മൈനസ് ഇതില് P ഓഫ് നോ റോട്ടൺ എന്നുള്ളത് എന്താണ്? 56 ബൈ എത്രയെന്ന്? 120 അല്ലെ? 56 ബൈ 120. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് വരും? 120 മൈനസ് 56 ബൈ 120 അല്ലെ? ഇത് എത്രയാണ് വരിക? 64 ബൈ 120. പക്ഷെ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമാണ് അവർ തന്നേക്കണേ. ഇതിൽ 8 പോവും അല്ലെ? 8 64 ആണ്. ഇവിടെ എന്താണ്? 15 8 120. അപ്പൊ നമുക്ക് 8/15 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. താങ്ക് യു.